അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ. സത്യവിശ്വാസിയുടെ ആയുധമാണ് പ്രാർത്ഥന. നമ്മൾ സത്യവിശ്വാസികൾ നിരന്തരം അള്ളാഹുവിനോട് നമ്മുടെ വേവലാതികളും മാവലാതികളും സങ്കടങ്ങളും എല്ലാം ബോധിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ പ്രാർത്ഥനകൾ അള്ളാഹു സ്വീകരിക്കുന്നുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ നമ്മുടെ സൽക്കർമ്മങ്ങൾ, നമ്മൾ അനുഷ്ഠിക്കുന്ന നോമ്പുകൾ, എല്ലാ നല്ല കാര്യങ്ങളും അള്ളാഹു സ്വീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള സംശയം ഇടയ്ക്കിടെ നമ്മുടെ മനസ്സുകളിൽ വന്നു ചേരാറുണ്ട്. എന്തായിരുന്നാലും പ്രാർത്ഥനകൾ അള്ളാഹു സ്വീകരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സൽക്കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കും എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി വേണം അള്ളാഹുവിനെ സമീപിക്കാൻ. അള്ളാഹു 3 രൂപത്തിലാണ് നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുക. ഒന്ന്, പ്രാർത്ഥിച്ച സംഗതി ഉടൻ തന്നെ തൻ്റെ അടിമയ്ക്ക് അള്ളാഹു സാധിപ്പിച്ചു നൽകും. മറ്റൊന്ന്, പ്രാർത്ഥന സ്വീകരിച്ചില്ലെങ്കിലും വരാനിരിക്കുന്ന എന്തെങ്കിലും ഒരു മുസീബത്ത്, എന്തെങ്കിലും ഒരു വിപത്ത്, ആരോഗ്യപരമായിട്ടാവാം, സാമ്പത്തികപരമായിട്ടാവാം, പല രൂപത്തിലുമുള്ള പ്രയാസങ്ങളെ അള്ളാഹു നീക്കിക്കളയും. മൂന്നാമത്, പ്രാർത്ഥിച്ച പ്രാർത്ഥനക്ക് ഉത്തരം ലഭിച്ചില്ലെങ്കിലും, പ്രയാസങ്ങൾ നീക്കി തന്നില്ലെങ്കിലും ഭാവിയിൽ പരലോകത്ത് അള്ളാഹു അതിനുള്ള തക്കതായ പ്രതിഫലം നൽകുകയും ചെയ്യും. ഈ 3 രൂപത്തിലാണ് പ്രാർത്ഥനകളെ അള്ളാഹു സ്വീകരിക്കാറ്. എന്തായിരുന്നാലും നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ, സൽക്കർമ്മങ്ങൾ, നമ്മുടെ പ്രാർത്ഥനകൾ എല്ലാം തന്നെ അള്ളാഹു സ്വീകരിക്കും എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുള്ള തൗഫീക്കും ഭാഗ്യവും അനുഗ്രഹവും സർവാധിനാഥനായ റബ്ബ് നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബെൻസി പോളിക്ലിനിക് അവതരിപ്പിക്കുന്ന ഷഹർ റമളാൻ ടെലിക്വിസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് ഹൃദ്യമായ സ്വാഗതം. അസ്സലാമു അലൈക്കും. ബെൻസി പോളിക്ലിനിക് അവതരിപ്പിക്കുന്ന ഷഹർ റമളാൻ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? അസീം. അസീം എവിടെ നിന്ന് വിളിക്കുന്നു? കൊല്ലൽപ്പടി. നേരത്തെ വിളിച്ച് കോൾ കട്ടായോ അല്ലേ അസീം? ഓക്കെ, നന്നായിട്ട് ഉത്തരം പറഞ്ഞു വരികയായിരുന്നു, അതിനിടയിലാണ് കോൾ കട്ടായത്. ഇൻഷാ അല്ലാഹ് അസീം, എന്തായാലും ആദ്യം മുതൽ നമുക്ക് തുടങ്ങണം. ഓക്കെ, ആദ്യത്തെ 2 ചോദ്യങ്ങൾക്കും ഞാൻ ഓപ്ഷൻസ് പറയാം. ഓക്കെ, 3 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. 3നും കറക്റ്റ് ഉത്തരം പറഞ്ഞാൽ മാത്രമാണ് സമ്മാനം ലഭിക്കുക. ഓക്കെ അല്ലേ അസീം? ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം, പരലോകത്ത് ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്നത് എന്തിനെ കുറിച്ചായിരിക്കും? പരലോകത്ത് ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്നത് എന്ത് കാര്യത്തെക്കുറിച്ചായിരിക്കാം? ഓപ്ഷൻസ്: നോമ്പ്, നമസ്കാരം, സകാത്ത്. നമസ്കാരം കറക്റ്റ് ആൻസർ. കൺഗ്രാറ്റുലേഷൻസ് അസീം. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, റമദാനിലെ 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമായ ഒരു രാവുണ്ട്. ഓക്കെ, 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമായ രാവ് എന്ന് പറയുന്ന ആ രാവിനെ കുറിച്ച് പരാമർശിക്കുന്ന ഒരു സൂറത്തുണ്ട്. ആ സൂറത്ത് ഏതാണെന്നുള്ളതാണ്. ഓപ്ഷൻസ് പറയട്ടെ? ഹലോ. ഓക്കെ, ഓപ്ഷൻസ്: സൂറത്തുൽ അലഖ്, സൂറത്തുൽ ഖദർ, സൂറത്തുൽ കൗസർ. സൂറത്തുൽ ഖദർ കറക്റ്റ് ആൻസർ. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ അസീം, മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഹലോ അസീം. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, 950 വർഷക്കാലം പ്രബോധനം നടത്തിയ പ്രവാചകൻ ആരായിരുന്നു? ഓപ്ഷൻസ് ഉണ്ടാവില്ല. ആരാണ്? നൂഹ് നബി കറക്റ്റ് ആൻസർ. കൺഗ്രാറ്റുലേഷൻസ് അസീം, സമ്മാനാർഹനായിട്ടുണ്ട്. ഓക്കെ, അസീം ആരെങ്കിലും ഹെൽപ്പ് ചെയ്തിരുന്നോ? അടുത്ത ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു അല്ലേ? കുഴപ്പമില്ല കേട്ടോ.
എന്തായാലും സമ്മാനം ലഭിച്ചിട്ടുണ്ട്. ഓക്കെ അസീം, ഇൻഷാല്ലാ വീണ്ടും വിളിക്കണം. അസ്സലാമു അലൈക്കും. ഓക്കെ. ഹലോ, അസ്സലാമു അലൈക്കും. ബെൻസി പോളിക്ലിനിക് അവതരിപ്പിക്കുന്ന ഷഹുർ അല്ലാം ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? മുഹമ്മദ് മർജാൻ. മർജാൻ എവിടെ നിന്ന് വിളിക്കുന്നു? പൊന്നല എവിടെയാണ് മർജാൻ? ആനപ്പടിയിലാണ്. ഓക്കെ, മർജാൻ മുന്നേ വിളിച്ചിട്ട് തോന്നുന്നു അല്ലേ? വിളിച്ചെന്നെ. സമ്മാനം കിട്ടിയിരുന്നോ? സമ്മാനം കിട്ടും. അപ്പൊ ഇത്തവണ എന്തായാലും സമ്മാനം വാങ്ങിക്കണം. മർജാൻ ഏത് ക്ലാസ്സിലാ? 5ലാണ്. ഏത് സ്കൂളിലാ? ISL ഉണ്ട്. മർജാൻ നോമ്പെടുത്തോ? എത്ര നോമ്പെടുത്ത്? ഫുള്ള് എടുത്തു അല്ലേ? നല്ല കുട്ടിയാണല്ലോ. ഇൻഷാല്ലാ മർജാനെ 3 ചോദ്യങ്ങളാ ചോദിക്കുക. അതിൽ 2 ഓപ്ഷൻസ് പറയും. 3 ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ സമ്മാനം ലഭിക്കും. ഓക്കെ അല്ലേ? ഓക്കെ. ഒന്നാമത്തെ ചോദ്യം, ഖുർആന്റെ അവതരണം തുടങ്ങിയ മാസം ഏത്? ഖുർആന്റെ അവതരണം തുടങ്ങിയ മാസം ഏത്? ഓപ്ഷൻസ് റബീഉൽ അവ്വൽ, റമദാൻ, മുഹറം. റമദാൻ കറക്റ്റ് ആൻസർ. കൺഗ്രാറ്റുലേഷൻസ്. രണ്ടാമത്തെ ചോദ്യം പറയട്ടെ. മുഹമ്മദ് നബിയോട് നേരിട്ട് സംസാരിച്ച പ്രവാചകൻ ആരായിരുന്നു? മുഹമ്മദ് നബിയോട് നേരിട്ട് സംസാരിച്ച ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു. ആ ഭാഗ്യം ലഭിച്ച പ്രവാചകൻ ആര്? ഓപ്ഷൻസ് മൂസാ നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം, ദാവൂദ് നബി അലൈഹിസ്സലാം. മൂസാ നബി, ഈസാ നബി, ദാവൂദ് നബി. മുഹമ്മദ് നബിയോട് നേരിട്ട് സംസാരിച്ച പ്രവാചകൻ മൂസാ നബി അലൈഹിസ്സലാം കറക്റ്റ് ആൻസർ. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ. അവസാനത്തെ ചോദ്യം ചോദിക്കട്ടെ? ഓക്കെ. അവസാനത്തെ ചോദ്യം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ലഭിച്ചത് എവിടെ വെച്ചായിരുന്നു? ഏത് സ്ഥലത്ത് വെച്ചിട്ടായിരുന്നു? ക്വസ്റ്റ്യൻ പറയാം. മുഹമ്മദ് നബിക്ക് വഹി ലഭിച്ചത് ഒരു സ്ഥലത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പോയിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് വഹി ലഭിക്കുന്നത്. ആ സ്ഥലത്തിന്റെ പേരാണ് പറയേണ്ടത്. ഏതാണ്? ഒന്നുകൂടി പറഞ്ഞ ഗുഹയുടെ പേര്? ഹിറ ഗുഹ കറക്റ്റ് ആൻസർ. കൺഗ്രാറ്റുലേഷൻസ് മർജാൻ. സമ്മാനം ലഭിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ. എന്തായാലും വീണ്ടും വിളിക്കണം. ആരാ ഹെൽപ്പ് ചെയ്തന്നെ? പറഞ്ഞോ. എല്ലാരും ഇവിടെ അടുത്തുണ്ട് അല്ലേ? എല്ലാരും കൂടിയാണ് വിളിക്കുന്നത് അല്ലേ? ആയിക്കോട്ടെ മോനെ, എന്തായാലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, വീണ്ടും വിളിക്കണം. ഓക്കെ ഓക്കെ. ഹലോ, അസ്സലാമു അലൈക്കും. ഹലോ, ബെൻസി പോളിക്ലിനിക് അവതരിപ്പിക്കുന്ന ഷഹുർ അല്ലാം ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? അൻഹല. അൻഹല ഏത് ക്ലാസ്സിലാണ്? അച്ചോടാ, LKG-യിലാണോ? ഏത് സ്കൂളിലാ? ഈശ്വരമംഗലം സ്കൂളാണല്ലേ. ആരാണ് മോളെ സഹായിക്കാൻ അടുത്തുള്ളത്?
ഉമ്മ ഉണ്ട് അല്ലേ? ആ, നോമ്പെടുത്തിട്ടുണ്ടോ? ഇല്ല. നോമ്പെടുക്കാൻ നോക്കിയിരുന്നോ? പകുതി നോമ്പൊക്കെ എടുത്തിരുന്നോ? ഉച്ചവരെയൊക്കെ വെള്ളം കുടിക്കാതൊക്കെ ഇരുന്നൊക്കെയുണ്ടോ? ഒരു നോമ്പെടുത്തോ? ഒരു നോമ്പെടുത്തിണ്ടാ? മാഷാ അല്ലാ, നല്ല മോളാണല്ലോ. ഏ, കഴിഞ്ഞ കൊല്ലം എടുത്തു, ഇക്കൊല്ലം എടുത്തിട്ടില്ല. കഴിഞ്ഞാലും ഒന്നെടുത്തെങ്കിൽ ഇക്കൊല്ലം 2 എടുക്കണം കേട്ടാ. ലാസ്റ്റ് എടുക്കും. ആ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. മാഷാ അല്ലാ. മോള് മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നാ? ഇല്ലല്ലോ. ഇല്ല. ഓക്കെ. എങ്ങനെ സ്കൂളിലൊക്കെ എങ്ങനെയാണ്? പരീക്ഷ ഒക്കെ ആവാറായോ? അന്നല്ല പഠിക്കുമോ നന്നായിട്ട്? എത്ര മാർക്ക് ഉണ്ടാവും പരീക്ഷയിലൊക്കെ? മാർക്ക് ഉണ്ടോ? ട്രോഫി കിട്ടി. മാഷാ അല്ലാ, നല്ല മോളാണല്ലോ. ഏതിനാ ട്രോഫി കിട്ടിയത്? ഏതിനാണ്? ആ, എത്ര ട്രോഫി ഉണ്ട്? ഒരു ട്രോഫി കിട്ടിയേ? ആ, ഇനി ഒരുപാട് ട്രോഫി വാങ്ങണം കേട്ടോ. ഇപ്പൊ ഇക്കൊല്ലം UKG-ലേക്ക് മാറും. LKG-ന്ന് മാറി UKG-ലേക്ക് ജയിക്കും അല്ലേ? ആ, അപ്പൊ ഇനി മുതൽ നല്ല നല്ല കുറെ ട്രോഫികളൊക്കെ വാങ്ങിക്കണം. ഓക്കെ. ആ, ഓക്കെ. എന്തായാലും ചോദ്യം ചോദിക്കട്ടെ? ആ, 3 ചോദ്യം ഉണ്ടാവും. 3 ചോദ്യത്തിനും ശരിയായ ഉത്തരം പറഞ്ഞ് നല്ല അടിപൊളി സമ്മാനം ഉണ്ട് മോൾക്ക് കേട്ടോ. അതെന്തായാലും വാങ്ങിക്കൂലേ? ഓക്കെ, വാങ്ങിക്കണം. എന്തായാലും ചോദ്യം ചോദിക്കാം. അടുത്തുമ്പോ ഉണ്ടല്ലോ അല്ലേ? ആ, അപ്പൊ കുഴപ്പമില്ല. ഓക്കെ. എന്തായാലും ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഏത് പ്രവാചകന്റെ പേരാണ് ഖുർആനിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത്? ഒരു നബിയുടെ പേര് ഖുർആനിൽ കുറേ മൂസാ നബി അലൈഹിസ്സലാം. കറക്റ്റ് ആൻസർ. കൺഗ്രാചുലേഷൻസ്. ഓക്കെ, ഒന്നാമത്തെ ഉത്തരം ശരിയായിട്ടുണ്ട് കേട്ടോ. ആ, രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ? ആ, രണ്ടാമത്തെ ചോദ്യം, ഖുർആന്റെ പരിഭാഷ ഉണ്ട്. ഖുർആന്റെ പരിഭാഷ ഖുർആൻ വേറെ ഒരു ഭാഷയിലേക്ക് മാറ്റി എഴുതിയത് ഏറ്റവും കൂടുതൽ ഏത് ഭാഷയിലാണ്? ഹലോ, ചോദ്യം ഞാൻ ചോദ്യം കംപ്ലീറ്റ് ആക്കിയിട്ടില്ലല്ലോ. ചോദ്യം മനസ്സിലായാ? ഹലോ ഹലോ അൻഹല മോളെ, ആ ചോദ്യം പറയട്ടെ ട്ടാ. ഖുർആന് ഏറ്റവും കൂടുതൽ ഏത് ഭാഷയിലേക്കാണ് മാറ്റി എഴുതിയിട്ടുള്ളത്? പല ഭാഷയിലേക്കുണ്ട്. അറബിയിലേക്ക് മാറ്റി എഴുതിയിട്ടുണ്ട്, ഇംഗ്ലീഷിലേക്കുണ്ട്, മലയാളത്തിലേക്കുണ്ട്. ഏത് ഭാഷയിലാണ് ഏറ്റവും കൂടുതൽ ഖുർആൻ പരിഭാഷയുള്ളത്? 3 ഭാഷയുണ്ട്. അതിൽ ഏത് ഭാഷയാണ്? അറബിയാണോ, ഇംഗ്ലീഷ് ആണോ, മലയാളമാണോ? അറബിക്ക്, ഇംഗ്ലീഷ്, മലയാളം. ഇതിൽ ഏത് ഭാഷയിലാണ് ഏറ്റവും കൂടുതൽ ഖുർആന്റെ പരിഭാഷയുള്ളത്? ഇംഗ്ലീഷ്. കറക്റ്റ് ആൻസർ. കൺഗ്രാചുലേഷൻസ്. ആഹാ, നല്ല കുട്ടിയാണല്ലോ. ഞാൻ ഉത്തരം കിട്ടില്ല എന്ന് വിചാരിച്ച കേട്ടോ. ആ, അടിപൊളി അടിപൊളി. ഓക്കെ, ഇനി ഒരു ചോദ്യം കൂടിയേ ഉള്ളൂ കേട്ടാ. ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാല് ബെൻസി പോളിക്ലിനിക് നൽകുന്ന നല്ല സൂപ്പർ സമ്മാനം ഉണ്ട് മോൾക്ക്. ആ സമ്മാനം വായിക്കൂലേ? ആ, വാങ്ങണം കേട്ടാ. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം ഇതാണ്. നോമ്പ് നിർബന്ധമാക്കിയത് ഹിജ്റ എത്രാം വർഷമാണ്? ഹിജ്റ എത്രാം വർഷം മുതലാണ്? ഹിജ്റ 2ാം വർഷം. കറക്റ്റ് ആൻസർ. കൺഗ്രാചുലേഷൻസ് മോളെ, അടിപൊളിയായിട്ട് ഉത്തരം പറഞ്ഞിട്ടുണ്ട് കേട്ടാ. 3നും കറക്റ്റ് ഉത്തരം പറഞ്ഞിട്ടുണ്ട്.
എങ്ങനെ? ആ അൽഹംദുലില്ലാ അല്ലെ, അൽഹംദുലില്ലാ പറഞ്ഞല്ലേ. നമുക്ക് നല്ല കാര്യമൊക്കെ വരുമ്പോ നമ്മൾ അൽഹംദുലില്ലാ പറയണം അല്ലേ? ആ നല്ല മോളാണ് കേട്ടോ. എന്തായാലും മോൾക്ക് സമ്മാനം കിട്ടിയിട്ടുണ്ട് കേട്ടാ. ഇനിയും ഇതുപോലുള്ള ഇതിലൊക്കെ വിളിക്കണം. ഓക്കെ, ഇൻഷാ അല്ലാ. ഇൻഷാ അല്ലാ. ഓക്കെ, അസ്സലാമു അലൈക്കും. ബെൻസി പോളിക്ലിനിക് അവതരിപ്പിക്കുന്ന ഷഹറുലാം ടെലികിസിൽ ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം അടുത്ത കോളിലേക്ക് പോകാം ഇൻഷാ അല്ലാ. Feel the sun shine brighter. I feel the breeze grow cooler as the waves splash at my feet and the sand drift from beneath. I feel my joys just shimmer. I feel my heart starts flutter as the days pass by. I feel my life lighter. Penco Pure Coconut Oil. Purity in each drop. Hold my hand and take me places which I have never known. Take me high, away and far. Let me dream of the wonders I am to see. And take me places which I have never known. Take me high, away and far. Let me dream of the wonders I am to see. Akbar Holidays. Together we travel. You and Akbar. +2 ഡിഗ്രി പഠനം കഴിഞ്ഞവർക്ക് ഇന്ത്യയിലും വിദേശത്തും എയർലൈൻ, എയർപോർട്ട്, ലോജിസ്റ്റിക്, കാർഗോ, ട്രാവൽ ഏജൻസി തുടങ്ങിയ മേഖലകളിൽ ഉയർന്ന ജോലി സാധ്യതയുള്ള അയാട്ട കോഴ്സുകൾക്ക് അക്ബർ അക്കാദമി ഓഫ് എയർലൈൻ സ്റ്റഡീസ്, വേൾഡ് ടോപ്പ് 10 അയാട്ട ഓതറൈസ്ഡ് ട്രെയിനിംഗ് സെന്റർ. കോഴ്സസ് ഓഫേർഡ്: degree, diploma, airline and airport management, international travel and tourism, logistic and cargo, computer reservation system. അക്ബർ അക്കാദമി ഓഫ് എയർലൈൻ സ്റ്റഡീസ്. ഇനി നിങ്ങളുടെ പഠനം അയാട്ട ഓതറൈസ്ഡ് ട്രെയിനിംഗ് സെന്ററിൽ തന്നെയാവട്ടെ. ഫോർ മോർ ഡീറ്റെയിൽസ് 9388333666. an institution of Akbar Group. All the parents are coming. Please come na, Mama. It's far away, beta. There are no flights available. Hey, you're coming this week, no? Oof, these railways, yeah. No reservations. It's crazy. He's not coming. What? Beta, I'll be there. No, Ma, no. Please don't go there. There are no good hotels at all. Maddie, it's Neetu's wedding. I don't know what to give her, yeah. How about a Singapore cruise? Wow, what a great idea. But how? Never say no to travel. Log on to akbartravels.com. Baby, I'm coming. Coming. She's coming. Venki, I'm coming. The reservation's okay. Ma, hotel's okay. We got a great package. They'll be there with you. Yay! I got it. Neetu's wedding gift. Wow, Star Cruise to Singapore. Since 40 years, we are there with you. Wherever you go, whenever you want. akbartravels.com, your reliable travel partner. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. ബെൻസി പോളിക്ലിനിക് അവതരിപ്പിക്കുന്ന ഷഹറുലാം ടെലികിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ആരാണ് വിളിക്കുന്നത്? ആരാണ്? ഫിൽസാൻ.
ഫിൽസാൻ. ഓക്കെ, ഫിൽസാൻ എവിടെ നിന്ന് വിളിക്കുന്നു? മാറഞ്ചേരിയിൽ നിന്നാണ്. ഓക്കെ, ഫിൽസാൻ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഇസാനോ? ആ, ഇസാൻ. ഓക്കെ 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 ഇസാൻ. ഓക്കെ, ഇസാൻ ഏത് ക്ലാസ്സിലാ? സെക്കൻഡ് ക്ലാസ്സിൽ അല്ലേ? ഓക്കെ, ഏത് സ്കൂളിലാ? MH പഠിക്കുന്നത്. ഓക്കെ മോനെ, നോമ്പെടുത്തിട്ടുണ്ടാ? എത്ര നോമ്പെടുത്തു? 4 നോമ്പോ? 6 നോമ്പെടുത്തു. ആഹാ, നല്ല കുട്ടിയാണല്ലോ. 6 നോമ്പെടുത്തു അല്ലേ? നോമ്പ് എടുക്കുമ്പോ ക്ഷീണം തോന്നാറുണ്ടാ? നല്ല വിശക്കണൊക്കെ തോന്നും അല്ലേ? അപ്പൊ ചില സമയത്ത് തോന്നും. അപ്പൊ എന്താ ചെയ്യാ? ഉറങ്ങും. ഉറങ്ങിയ വിശപ്പ് പോവോ? ഉറങ്ങിക്കഴിഞ്ഞാ വിശപ്പ് മാറുവോ? മാറും അല്ലേ? ഇൻഷാല്ലാ. മുൻപ് വിളിച്ചിട്ടുണ്ടോ മോന്? ആദ്യമായിട്ടാണ് വിളിക്കുന്നത്? ആദ്യമായിട്ടാണ് വിളിക്കുന്നത്. ഓക്കെ, ആരാള്ള കൂടെ സഹായിക്കാൻ? ആരാള്ള? താത്ത ഉണ്ട് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഇൻഷാല്ലാ, ഇതിലെ 3 ചോദ്യങ്ങൾ ചോദിക്കും. അതിൽ ആദ്യത്തെ 2 ചോദ്യത്തിന് ഓപ്ഷൻസ് പറഞ്ഞു തരും. 3ാമത്തേന് ഓപ്ഷൻസ് ഉണ്ടാവില്ല. 3നും ഉത്തരം കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ സമ്മാനം ലഭിക്കും. ഓക്കെ, അപ്പൊ 1ാമത്തെ ചോദ്യം ചോദിക്കട്ടെ? ഓക്കെ. വിശുദ്ധ ഖുർആൻ എഴുതി വെക്കാൻ കാരണമായ യുദ്ധമുണ്ടായിരുന്നു. വിശുദ്ധ ഖുർആന് ഓപ്ഷൻസ്: ബദർ യുദ്ധം, യമാമ യുദ്ധം, തബൂക്ക് യുദ്ധം. ആ യുദ്ധം കാരണമാണ് ഖുർആനൊക്കെ എഴുതി വെക്കണം. എങ്ങനെ? ഖുർആനേ, നമ്മുടെ വിശുദ്ധ ഖുർആൻ ഉണ്ടല്ലോ, അത് ഫസ്റ്റ് എവിടെയും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നില്ല. പോയല്ലോ. ഓക്കെ, കോൾ കട്ടായിട്ടുണ്ട്. കുഴപ്പമില്ല, ഇൻഷാല്ലാ നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, അസ്സലാമു അലൈക്കും. ബെൻസി പോളിക്ലിനിക് അവതരിപ്പിക്കുന്ന ഷഹർ റമദാൻ ടെലിവിഷനിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? കട്ടായി പോയതാണ് അല്ലേ? നേരത്തെ വിളിച്ച ഇസാൻ തന്നെയാണ് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, ഇസാൻ. ഓക്കെ, നേരത്തെ 2 ചോദ്യം ഉത്തരം പറഞ്ഞു അല്ലെ ശരിയായിട്ട്? ആ ഓക്കെ, 2ാമത്തെ ചോദിക്കുന്നേ ഉള്ളൂ. ഫസ്റ്റിന് ഉത്തരം പറഞ്ഞോ? ഇല്ല, ഉത്തരം പറഞ്ഞിട്ടില്ല. ഓക്കെ ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മുതൽ തുടങ്ങാം. ആദ്യത്തെ ചോദ്യം തന്നെ ചോദിക്കാം. 1ാമത്തെ ചോദ്യം: പരലോകത്ത് ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്നത് എന്തിനെ കുറിച്ചായിരിക്കും? പരലോകത്ത് ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്നത് എന്തിനെ കുറിച്ചായിരിക്കും? ഓപ്ഷൻസ്: നോമ്പ്, നമസ്കാരം, സകാത്ത്. നോമ്പ്, നമസ്കാരം, സക്കാത്ത്. ഇതിലേതാ? നോമ്പാണോ? ഉറപ്പിച്ചോ? തെറ്റിപ്പോയല്ലോ ഇസാനെ. നോമ്പല്ല, നമസ്കാരമാണ് കേട്ടാ. നമസ്കാരത്തിന് അത്രയും പ്രാധാന്യമുണ്ട്. മരിച്ചു കഴിഞ്ഞാല് ആദ്യം നമ്മോട് ചോദിക്കുക നമസ്കാരത്തെ കുറിച്ചാണ് കേട്ടാ. ഇൻഷാല്ലാ, കുഴപ്പമില്ല മോനെ കേട്ടാ. വീണ്ടും വിളിക്കണം. ഓക്കെ, ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും. നാളെ വിളിച്ചോളൂ കേട്ടോ. ആ, നാളെ ഈ സമയം തന്നെ കേട്ടോ. ഓക്കെ, ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. ബെൻസി പോളിക്ലിനിക് അവതരിപ്പിക്കുന്ന ഷഹർ റമദാൻ ടെലിവിഷനിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഫാത്തിമ. ഫാത്തിമ എവിടെ വിളിക്കുന്നു? പൊന്നാനി. എവിടെയാണ്?
പൊന്നാനി കിണർ സ്റ്റോപ്പ്. കിണർ സ്റ്റോപ്പിന്റെ അവിടെ അല്ലേ? ഓക്കെ. ഫാത്തിമ എന്ത് ചെയ്യുന്നു? ഞാൻ ഹൗസ് വൈഫാണ്. ഹൗസ് വൈഫാണ്. ഓക്കെ. എങ്ങനെ പോകുന്നു നോമ്പുകളൊക്കെ? ഉഷാറല്ലേ? സുഖമാണ്. പിന്നെ ഉഷാറാണ്. എന്താണ് നോമ്പിന്റെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞോ? നോമ്പ് തുറയോടൊക്കെ കഴിയാറായിട്ടുണ്ട് ഏകദേശം അല്ലേ? ഓക്കെ. മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നോ പ്രോഗ്രാമിലേക്ക്? ആയിക്കോട്ടെ ആയിക്കോട്ടെ. എളുപ്പമുള്ളൊക്കെ തന്നെ ചോദിക്കാം. ആദ്യമായിട്ടാണ് വിളിക്കുന്നത് അല്ലേ? ഓക്കെ. എന്തായാലും ഓക്കെ ഓക്കെ. 3 ചോദ്യങ്ങളാണ് ഉണ്ടായിരിക്കുക. 3 ചോദ്യമാണ് ചോദിക്കുക. അതിൽ ആദ്യത്തെ 2 ചോദ്യത്തിന് ഓപ്ഷൻസ് പറയും. മൂന്നാമത്തിന് ഓപ്ഷൻസ് ഉണ്ടാവില്ല. പക്ഷെ 3നും ശരിയായ ഉത്തരം പറഞ്ഞാൽ ബെൻസി പോളിക്ലിനിക് നൽകുന്ന ഒരു അടിപൊളി സമ്മാനമുണ്ട്. ഓക്കെ അല്ലേ? ആൻസർ പറയണം. അതെ, എങ്കിലാണ് സമ്മാനം ലഭിക്കുക. ഓക്കെ. എന്തായാലും സിമ്പിൾ തന്നെ തുടങ്ങുന്നുണ്ട്. 1ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാവിന്റെ പേര്? ആമിന ബീവി. കറക്റ്റ് ആൻസർ. ഓപ്ഷൻസ് വേണ്ട അല്ലേ? ഓക്കെ, ഇൻഷാല്ലാ. എന്തായാലും 2ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വർഗവും നരകവും കാണിക്കപ്പെട്ടത് ഏത് രാത്രിയിലായിരുന്നു? ഏത് രാത്രിയിലാണ് സ്വർഗവും നരകവും പ്രവാചകന് കാണിക്കപ്പെട്ടത്? ഓപ്ഷൻസ് പറയാം. മുഹറത്തിന്റെ രാവിലെ, ലൈലത്തുൽ ഖദറിന്റെ രാവിലെ, മിയറാജിന്റെ രാവിലെ. മിയറാജിന്റെ രാവ്. കറക്റ്റ് ആൻസർ. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, അൽഹംദുലില്ലാ. 3ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 3ാമത്തെ ചോദ്യത്തിന് ആൻസർ പറയുകയാണെങ്കിൽ ബെൻസി പോളിക്ലിനിക് നൽകുന്ന ഒരു അടിപൊളി സമ്മാനം ഉണ്ടായിരിക്കും. ഓക്കെ, ഇൻഷാല്ലാ. 3ാമത്തെ ചോദ്യം, ബഹ്റുൽ ലൂത്ത് എന്നറിയപ്പെടുന്ന കടൽ ഏതാണ്? ബഹ്റുൽ ലൂത്ത്, അതായത് ലൂത്തിന്റെ കടൽ. ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ. ഓക്കെ, സോറി, കോൾ കട്ടായിട്ടുണ്ട്. ഹലോ, അസ്സലാമു അലൈക്കും. ബെൻസി പോളിക്ലിനിക് അവതരിപ്പിക്കുന്ന ഷഹർ റമദാൻ ടെലിവിഷനിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ആലിയ ജുമാന. ആലിയ ജുമാന എവിടെ നിന്ന് വിളിക്കുന്നു? മാരാമറ്റത്ത് നിന്നാണ് വിളിക്കുന്നത്. മോള് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 2ാം ക്ലാസ്സിൽ അല്ലേ? ഏത് സ്കൂളിലാ? പനമ്പാട് സ്കൂളിലാണ്. നോമ്പുണ്ടോ? ആഹാ, എത്ര നോമ്പെടുത്തു? 1 നോമ്പ് എടുത്തിട്ടുള്ളൂ അല്ലേ? ഓക്കെ. നോമ്പെടുത്തപ്പോ എന്ത് തോന്നി? വിശക്കണ തോന്നിയിരുന്നോ? നല്ല വിശന്നിരുന്നോ നോമ്പെടുത്തപ്പോ? വിശന്നിരുന്നു അല്ലേ? അപ്പൊ എന്താ ചെയ്തേ വിശക്കുമ്പോ? നോമ്പെടുത്തിട്ടേ ഉറങ്ങിയിരുന്നു അല്ലേ? ഉറങ്ങിയപ്പോ മാറിണ്ടാവും അല്ലേ? ഓക്കെ ഓക്കെ. മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നു മോള്? വിളിച്ചിട്ടുണ്ടായിരുന്നു. സമ്മാനം കിട്ടിയോ? കഴിഞ്ഞ വർഷം വിളിച്ചിട്ടുണ്ട്. സമ്മാനം കിട്ടിയിരുന്നോ? ഇല്ല അല്ലേ? അയ്യോ, ഇപ്രാവശ്യം എന്തായാലും സമ്മാനം വാങ്ങണം. വാങ്ങുമല്ലോ? ഓക്കെ, ഇൻഷാ അല്ലാ. ഓക്കെ. അടുത്ത ആരാളെ സഹായിക്കാന്? താത്തമാരുണ്ട് അല്ലേ? 2 താത്തമാരുണ്ട്. ആ, ഓക്കെ ഓക്കെ. എന്തായാലും ഉത്തരങ്ങൾ കിട്ടട്ടെ കേട്ടോ. എന്തായാലും ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. 1ാമത്തെ ചോദ്യം ചോദിക്കാം അല്ലേ? ഓക്കെ. എന്തായാലും മുഹമ്മദ് എന്ന പേരിന്റെ അല്ലെങ്കിൽ മുഹമ്മദ് എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? അതാണ് 1ാമത്തെ ചോദ്യം. മുഹമ്മദ് എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ഓപ്ഷൻസ്: വിശ്വസ്തനായവൻ, നന്മ ചെയ്യുന്നവൻ, സ്തുതിക്കപ്പെട്ടവൻ. വിശ്വസ്തനായവൻ, നന്മ ചെയ്യുന്നവൻ,
സ്തുതിക്കപ്പെട്ടവൻ. സ്തുതിക്കപ്പെട്ടവൻ കറക്റ്റ് ആൻസർ. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, അഗ്നികുണ്ഡത്തിലേക്ക് അഥവാ തീയിലേക്ക് എറിയപ്പെട്ട പ്രവാചകൻ ഉണ്ടായിരുന്നു. ഒരു നബിയെ തീക്കുണ്ടാരത്തിലേക്ക് എറിയപ്പെട്ടിരുന്നു. ആ നബി ആരായിരുന്നു? ഓപ്ഷൻസ്: മൂസ നബി, ഇസ്മായിൽ നബി, ഇബ്രാഹിം നബി. ഇബ്രാഹിം നബി കറക്റ്റ് ആൻസർ. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, അപ്പൊ 2 അടിപൊളിയായിട്ട് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ചോദ്യം കൂടി ഉണ്ട്. ഓക്കെ, ആ ചോദ്യത്തിന് കൂടി ഉത്തരം പറഞ്ഞാല് ബെൻസി പോളിക്ലിനിക് നൽകുന്ന ഒരു അടിപൊളി സമ്മാനം ഉണ്ടായിരിക്കും. ആ സമ്മാനം വേണ്ടേ? വേണം. അപ്പൊ എന്തായാലും വാങ്ങണം ട്ടോ. ഓക്കെ, പറയട്ടെ. ഖുർആനിലെ ഏറ്റവും നടുവിലത്തെ അക്ഷരം, ഖുർആനിലെ ഏറ്റവും സെൻട്രലിൽ കിടക്കുന്ന ഒരു അക്ഷരമുണ്ട്. നമ്മുടെ അറബിക്കില് 28 അക്ഷരങ്ങളുണ്ടല്ലോ, അതിൽ ഒരക്ഷരമാണ്. ഏതാണത്? ഖുർആനിലെ ഏറ്റവും നടുവിലെ അക്ഷരം ഏതാണെന്നാ? ഹലോ, മീമോ? ഉറപ്പിച്ചോ? നൂന് കറക്റ്റ് ആൻസർ. കൺഗ്രാറ്റുലേഷൻസ്. ആര് പറഞ്ഞേ? താത്ത പറഞ്ഞു അല്ലേ? ആഹാ, അടിപൊളി. എന്തായാലും സമ്മാനം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇൻഷാ അല്ലാഹ് വീണ്ടും വിളിക്കണം. അസ്സലാമു അലൈക്കും. ഈ വിശുദ്ധ പുണ്യമാക്കപ്പെട്ട നാളിൽ നാം ഇതുവരെ ചെയ്ത പ്രാർത്ഥനകളും നമസ്കാരങ്ങളും നാഥനോടുള്ള തേട്ടങ്ങളും എല്ലാം തന്നെ സർവാധിനാഥൻ സ്വീകരിച്ച് തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബെൻസി പോളിക്ലിനിക് അവതരിപ്പിക്കുന്ന ഷഹർ റംലാൻ ടെലികിസിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. നാളെ കാണും വരേക്കും മാസ്സലാമ.